റെഡി ബൂംബാങ് ചാനലിൻ്റെ ഒരു സ്ഥിരം വ്യൂവറാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ബൂംബാങ് ചാനലിൽ നവീൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പോക്കേ എന്നുള്ളത് പറയാൻ പറ്റില്ലടേ. കാരണം എന്താ അറിയോ, നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നവീൻ ഇത് കണ്ടപ്പോൾ എന്തിനീ നാട്ടിലേക്ക് വന്നു എന്നുള്ളത് ചിന്തിച്ച് കാണും. കാരണം അങ്ങേർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അങ്ങേര് കുറേ കാലമായിട്ട് ന്യൂസിലാൻഡിലാണ്. അങ്ങേരുടെ ഹണ്ടിങ് വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങേര് ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന മെത്തേഡ്സ്, അവിടുത്തെ അവരുടെ ഫിഷിങ് രീതികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ സ്വന്തം നാട്ടിലെത്തിയിട്ട് ഇവിടെ ഫിഷിങ്ങിന് വന്ന സമയത്ത്, ചെല്ലാനത്ത് ഫിഷിങ്ങിന് വന്ന സമയത്ത് നമ്മളെ KNK ഫിഷിംഗ് ഒക്കെ ഒപ്പമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയും ഫിഷിങ് വേണ്ടിയിട്ട് അവിടെ കടലിൻ്റെ മറ്റേ ഈ പുളിമൂട്ട് വരുത്ത സാധനം ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുകയും അവിടെ ഇറങ്ങിയിട്ട് സ്പിയർ ഗൺ ഫിഷിങ് തുടങ്ങി പരിപാടികളൊന്നും ഇങ്ങനെ ആക്റ്റീവായി വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ വന്നിട്ട് ഇത് മൊത്തത്തിൽ നിർത്തിച്ച്. ഇതാണ് കണ്ടൻറ്റ്. നിങ്ങൾ ആലോചിക്കണം, ന്യൂസിലാൻഡിൽ കിടന്ന് ഹണ്ടിങ്ങും ഫിഷിങ്ങും അടക്കം എല്ലാം ചെയ്തൊരു വ്യക്തി സ്വന്തം നാട്ടിൽ വന്നിട്ട് ഹണ്ടിങ് ഒന്നുമല്ല ചെയ്യുന്നത്, ഫിഷിംഗ് ആണ് ചെയ്യുന്നത്. സ്പിയർ ഗൺ ഉപയോഗിച്ചു എന്നുള്ള പേരിൽ ലൈസൻസ് ചോദിക്കലായി, പ്രശ്നമായി, വേണ്ട വിഷയം, കണ്ണുക്കടി. അതാണ് കുറച്ച് ആളുകൾക്ക് ക്രിമിനേഡി ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ. എല്ലാവരും പറയുന്നില്ല, കുറച്ച് ആളുകൾക്ക് എല്ലാ നാട്ടിലും കുറച്ച് ക്രിമിനേഡി ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇതാണ് ആ പെർട്ടിക്കുലർ വീഡിയോ. ഫിഷിംഗ് ഇൻ ചെല്ലാനം, ഫിഷിംഗ് ഇഷ്യൂ ഇൻ കേരള. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് പോർഷൻസാണ് ഞാൻ വെക്കുന്നത്. അതിലൊരു കമൻറ്റ് അങ്ങേരെ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ഗോൺ ഫോർ മൈ റിക്രിയേഷണൽ ഫിഷിംഗ് വിത്ത് റോഡ് ആൻഡ് റീൽ വീക്ക് ആഫ്റ്റർ ദ കാലാഞ്ചി വാസ് ഷോട്ട് വിത്ത് സ്പിയർ ഗൺ ബട്ട് നോ വൺ വാസ് ഗെറ്റിംഗ് എനി ഫിഷ്. Spear gun fishing was reducing the fish activity in area as per the locals. അതായത് റിക്രിയേഷണൽ ഫിഷിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഫിഷിംഗ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ഫിഷിംഗ് മീൻപിടുത്തം, അതായത് ഗവൺമെൻറ് പറഞ്ഞ് ഏൽപ്പിച്ച പരിപാടി, ഫിഷിങ്ങിന് പോണ ലൈസൻസ്ഡ് ആയിട്ടുള്ള ബോട്ട് പരിപാടികൾ, അങ്ങനത്തെ പരിപാടികൾ, ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള മീൻപിടുത്തം, അതാണ് കൊമേഴ്ഷ്യൽ ഫിഷിംഗ് എന്ന് പറയുന്നത്. റിക്രിയേഷണൽ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദം, മനസ്സിലായോ? വിനോദമാണ്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്ന പോലെ തന്നെ ചില ആളുകൾക്ക് ഇതൊരു വിനോദമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കേരളത്തിൽ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഇല്ല. ഇവിടെ വിനോദം എന്ന് പറയുമ്പോൾ അത് ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെ അത് ചെറിയ ചെറിയ കുറച്ച് സ്പോർട്ടിലേക്ക് മാത്രം അങ്ങോട്ട് ഒതുങ്ങി കൂടുകയാണ്. പിന്നെയുള്ള വിനോദം ഒന്നും നിങ്ങൾ ആരും ചെയ്യണ്ട, അങ്ങനത്തെ ഒരു സ്പോർട്ടിലും നിങ്ങൾ എൻഗേജ്ഡ് ആവണ്ട. സർക്കാർ നല്ല രീതിയിൽ മദ്യം വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ലഹരി പദാർത്ഥങ്ങളൊക്കെ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ അടിച്ച് ഇവിടുത്തെ തലമുറ കണ്ട് പോട്ടെ എന്നുള്ള രീതിക്ക് ഇവിടുത്തെ സർക്കാരുകൾ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പല സ്പോട്ടും ഇവിടെ ഉണ്ട്, മനസ്സിലായോ? പക്ഷെ അതൊന്നും എൻകറേജ് ചെയ്യാനോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആളുകളിലേക്ക് എത്തിച്ച് അവരെ ആ സ്പോട്ടിലേക്കൊക്കെ ആകർഷിക്കാനോ ഇവിടുത്തെ സിസ്റ്റം റെഡിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ല. അതാണുള്ള വിഷയം. എന്താണ് ഈ ബൂംബാങ്ങിൻ്റെ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം. അതിനേക്കാൾ മുന്നേ ഇവിടെ നമ്മൾ മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഇവിടെ ഫിഷ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ റിക്രിയേഷണൽ ഫിഷിങ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇതുപോലെ വന്നിട്ട് മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരനെയൊക്കെ വിളിച്ചു കൂട്ടുണ്ട്. സോ പെത്തറ്റിക്. ഇതൊരു പബ്ലിക് ലാൻഡാണ് ഈ കടലെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടെ ഈ തീരവുമായിട്ട് ബന്ധപ്പെട്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റിക്രിയേഷണൽ ഫിഷിംഗ്, റിക്രിയേഷണൽ ഹണ്ടിങ്, റിക്രിയേഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് മീൻപിടുത്തം മാത്രമല്ല. എല്ലാ ദിവസവും വന്ന ഇവിടെ മീനൊന്നും കിട്ടില്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. ഇതൊന്നുമില്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നവരാണ് കള്ളും കഞ്ചാവ് മേടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. കോവിഡ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇപ്പോൾ ഇത് എൻകറേജ് ചെയ്യാണ് വേണ്ടത്. ഇനി ഈ തീരങ്ങളിലൊന്നും മീൻ പിടിക്കാൻ പറ്റില്ല വെച്ചെങ്കിൽ എവിടെ പോയിട്ട് നമ്മൾ മീൻ പിടിക്കുക? കടലിൻ്റെ അടുക്കില. അതിനിവിടെ പെർമിഷൻ ഉണ്ടോ? അതിന് നമുക്ക് പെർമിഷൻ ഇല്ല. സോ സാഡ്. ജനങ്ങൾ സംഘടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമോഷണൽ വാല്യൂസ് ആർ ഫാർ എബവ് ദ ലോ എന്നുള്ളൊരു സാധനം കാണാൻ പറ്റും. എത്ര നേരം ഇവിടെ മീൻ പിടിക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഇവിടെ പ്രശ്നം ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആരെയും കാണിക്കുന്നില്ല, ബട്ട് ഇവിടെ പ്രശ്നമാണ്. ഇങ്ങനെയാണ് ഇദ്ദേഹം വീഡിയോ തുടങ്ങുന്നത്. ഒന്ന് കാളാഞ്ചീനെ പിടിച്ച സമയത്ത് ഇങ്ങനെ എവിടുന്നോ മേടിച്ചു കൊടുന്ന ചത്ത കാളാഞ്ചീനെ വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ചിട്ട് പൊക്കിക്കൊണ്ടുവന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് പിന്നെ ബൂംബാങ് ആണ്. അങ്ങനെ അതിന് കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ടോപ്പിക്, അതവിടെ പോട്ടെ. ഇവിടെ ഒരാൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോ എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. കാരണം ബാക്കിൽ ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരുടെ വിഷയം എന്താ അറിയോ, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്,
അല്ലെങ്കിൽ നമ്മളിലേക്ക് ആരെങ്കിലും എത്തിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നറിയോ, റിജക്റ്റ് ചെയ്യും. അതിനാദ്യം തന്നെ നെഗറ്റീവ് അടിച്ച് റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് തുടങ്ങാൻ സമ്മതിക്കാതെ അത് എന്താന്ന് പോലും പഠിക്കാനുള്ളൊരു സമയം പോലും സ്പെൻഡ് ചെയ്യാതെ ആദ്യമേ റിജക്ഷൻ. ഇവിടെ വിഷയം കടലൊന്നും ആരുടെയും സ്വന്തം സ്വത്തൊന്നുമല്ല. ഓക്കെ, കടലിൻ്റെ ഓരത്ത് താമസിക്കുന്ന കടലിൻ്റെ മക്കൾക്ക് അത് അവരെ സ്വത്തായിട്ട് കാണാം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ വേറെ പുറത്തുനിന്ന് വരുന്ന ആളുകളെയും അവരെ എൻ്റർടൈൻ ചെയ്യണ്ടേ? ഇപ്പം മദ്യപിക്കാനോ മറ്റേ ലഹരി അടിച്ച് കൂത്താടി തലകുത്തി മറയാനോ നിങ്ങൾ വേറെ പരിപാടിക്കൊന്നുമില്ലല്ലോ ഇവർ വന്നിട്ടുള്ളേ. അവരവരുടെ വിനോദത്തിൻ്റെ ഭാഗമായി ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ടേ. എല്ലാം ഇപ്പം മീൻ പിടിച്ച് എല്ലാവരും മീൻ കച്ചവടത്തിന് പോകാനോ അല്ലെങ്കിൽ മീൻ വിൽക്കാനും വേണ്ടിയിട്ടല്ലല്ലോ. ഹോബി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനിടയിൽ. ആ ഹോബിയുടെ ഭാഗമായിട്ടാണ് അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നത്. ക്രിക്കറ്റും ഫുട്ബോളും സൈക്ലിങ്ങും ഹോക്കിയും ടെന്നീസും ഒക്കെ ഉള്ള പോലെ തന്നെയാണ്. ഹണ്ടിങ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഷൂട്ടിങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇവിടെ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആർക്ക് വേണേൽ ചെയ്യാം. കടലിൽ ആർക്ക് വേണേൽ പോയി ചൂണ്ടിട്ടൂടെ? അല്ലെങ്കിൽ കടൽ മറ്റേ വളച്ച് കെട്ടിയിട്ട് ഇതിൻ്റെ കടൽ അത് എൻ്റെ കടൽ എന്നുള്ള വർത്താനം ഇവിടെ ഉണ്ടോ? ഇല്ല. ബുമാങ് പറഞ്ഞൊരു പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം വേണം ലൈഫിൽ. നമ്മളെങ്ങനെ എൻ്റർടൈൻഡ് ആവുന്നത്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഓൾറെഡി എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡാണ്. പണിയെടുക്കാൻ പോകുന്നു, ജോലി എടുക്കുന്നു, ദിവസത്തിലൊരു 10-12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മണിക്കൂർ ജോലിക്ക് കളയുന്ന ആളുകൾക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അവർക്ക് ഇഷ്ടമുള്ളൊരു വിനോദത്തിൽ ഏർപ്പെടാൻ ഇവിടെ വകുപ്പില്ല. ഇപ്പം എല്ലാവർക്കും ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പം അത് പല രീതിയിലായിരിക്കാം. ചിലർക്ക് ഇപ്പോൾ ഫിഷിങ് ചെയ്യുന്ന ആളുകൾക്ക് അവരൊരു എന്താ പറയുക വിനോദത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നത്, അവർ ആ ഫിഷിനെ കൊണ്ടുപോയിട്ട് അവർ കറി വെച്ച് തിന്നുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടാവും. അവർക്ക് അവരുടെ കോൺസെൻട്രേഷൻ ബിൽഡ് ആവാനും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യാനും ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരു ടൈമിൽ ഞാൻ ഈ റീലും റോഡൊക്കെ മേടിച്ചിട്ട് എൻ്റെ നാട്ടിൽ ചോദിച്ചാൽ മതി, ഞാൻ കണ്ട എല്ലാ പുഴയിലും കടലിൽ വരുന്നുണ്ട്. പരപ്പനങ്ങാടി അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് പിടിക്കാൻ അറിയൊന്നുമില്ല. പക്ഷേ ഒരു ടൈമിൽ ഇത് ഭയങ്കര ക്രേസായിരുന്നു. നിന്ന് പോയത് എന്താ വെച്ചെങ്കിൽ ഇതേപോലെ കടലിലും ഇവിടുത്തെ തോട്ടിലും പുഴയിലൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ നാട്ടുകാർ വരും, സമ്മതിക്കൂല, കച്ചറ ഉണ്ടാക്കും. അത് എന്തിനാന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങളൊരു വട്ടം കടലിൽ കൊണ്ടുപോയിട്ട് പൊന്നാനി അടുത്ത് ഒരു കടലിൽ കൊണ്ടുപോയിട്ട് ഇതേമാതിരി ഞങ്ങൾ റീലും റോഡും ഇട്ടിട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെങ്ങായി വന്നിട്ട് വന്ന അലക്കലക്ക്. അതായത് അന്ന് പറഞ്ഞത് ഇവിടെ മീൻ പിടിക്കാൻ പാടില്ല, പറയുന്നത് നിങ്ങൾ 3-4 ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നത് അതെന്താ അങ്ങനെ ചെയ്യാൻ പാടും? എന്തോ വലിയ പ്രശ്നമാണ് ഇതൊക്കെ. അതായത് പുതിയതായിട്ടൊരു കാര്യം നമ്മൾ നാട്ടുകാരിലേക്ക് എത്തിച്ചാലോ അല്ലെങ്കിൽ നമ്മളതെടുത്തിട്ട് ചെയ്യുന്നത് കണ്ടാലോ വിഷയം. ഇതൊക്കെ ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്ത് പോലെയൊക്കെ ഇവരൊക്കെ കൊണ്ടിറങ്ങി. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാട്ടെ. എനിക്കുണ്ടായൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ബിഫോർ കൊറോണ, അതിക്ക് മുമ്പ് പ്രളയത്തിൻ്റെ സമയത്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ സീൻ. കാരണം ഗൾഫിൽ നിന്ന് ഫ്രണ്ട് ഈ സാധനം കൊടുത്തിട്ട് ഇട്ടതാണ്. അങ്ങനെയൊക്കെ സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കടിയാണ്, ചൊറിയാണ് ബേസിക്കലി. മനസ്സിലായില്ലേ? വേറൊരാൾക്ക് കുറച്ച് അങ്ങനെ വിഷയമുണ്ട്. ഓന് കുറച്ച് മീൻ കിട്ടും, ഞങ്ങൾ മീൻ പിടിക്കുന്നോട് ഓൻ കൊടുത്തിട്ട് ഓന് 4 മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളാരായി? ഷെയിമാണത്. അങ്ങനത്തെ തിങ്കിങ്ങും ഉണ്ട് അവിടെ കുറേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെ വിചാരം ഈ സ്പിയർ ഗൺ ഫിഷിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മീൻ ഫുള്ളാണ്ട് ഇല്ലാതാവുന്നു. മീൻ എന്തോ വംശനാശം വന്നു പോകും ഈ സ്പിയർ ഗൺ ഫിഷിങ് എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. എന്താണ് അതെന്ന് പഠിക്കാനുള്ളൊരു മൈൻഡ് പോലും ഇല്ല ഒന്ന്. രണ്ടാമത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പിന്നെ എല്ലാം കണ്ടാൽ എതിർക്കണം. ബാക്കിയുണ്ടോ? അവിടെ നിന്നിട്ട് നമ്മളതിനെ തെറിവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹെറാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയാണ് ഇരിക്കുന്നത്. അവരാളുണ്ട് വിളിച്ചിട്ട് കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 6 പേരോളം കഷ്ടി ആയിട്ടുള്ളൂ. അതിലൊരു അമ്മൂമ്മയാണ്. ഇവിടെ നിന്ന് ഞങ്ങളതിനെ അടിച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ പ്ലീസ് കം ആൻഡ് എസ്കേപ്പ്, പ്രൊട്ടക്ടർ. നോക്കുക, സ്വന്തം കേരളത്തിൽ ജനിച്ചിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു കാര്യം, അതായത് റിക്രിയേഷനായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും മറ്റേ എന്താ പറയുക ഹാർട്ട് റേറ്റ് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നത്. വെള്ളത്തിൽ കിടക്കുന്നവർക്ക് ചെറിയ സമാധാനം ഉണ്ടെന്ന് തോന്നുന്നു. കരക്കിലിരിക്കുന്നവർക്ക് ഏറ്റവും പേടി. ഓ മൈ ഗോഷ്, ഇത് സ്വപ്പത്തെറ്റിക്ക്. എന്നിട്ട് നമ്മൾ എന്നും ആക്രോശിച്ചിട്ട് ചോദിക്കുന്നത് അറിയാം, ഓസ്ട്രേലിയ റേസിസം ഉണ്ടോന്ന്. അതതിലെ ഏറ്റവും വലിയ രസം. ഓസ്ട്രേലിയൻസ് മുഴുവൻ റേസിസ്റ്റ് ആണല്ലോ എന്ന്. പോലീസ് വന്നിട്ടുണ്ട്. അവിടെ പള്ളിയുടെ അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്. അവർ വിളിച്ച ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ട അവരൊക്കെ അവിടെ മീൻ പിടിക്കാന്ന്. എന്ത് വലിയ തമ്മാടി തരാൻ നോക്കണേ അല്ലേ മീൻ പിടിക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. നമ്മുടെ മീൻ പിടുത്തം മുടങ്ങി. ഇമോഷൻസ് റൂൾ ഓവർ. പബ്ലിക് ലാൻഡ് യു കൻ നോട്ട് ഫിഷ്. റിക്രിയേഷണൽ ഫിഷിംഗ് ഈസ് നോട്ട് അലൗഡ്. വളച്ചു കെട്ടിയ കടലാണ് ഇത് എന്ന് മനസ്സിലായില്ല.
ഇതിപ്പോൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്പിയർ ഫിഷ് ചെയ്യാനായിട്ട് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെയാണ് പോലീസുകാർ ചോദിച്ചത്. സ്പിയർ ഫിഷിങ്ങിന് ലൈസൻസിങ്ങിൻ്റെ ആവശ്യം കടലിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ലൈസൻസ് വേണ്ട ഒരു സാധനമാണ് സ്പിയർ ഫിഷിംഗ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് റിക്രിയേഷണൽ ഫിഷിംഗ് ആണ്. ഒരു 6 മീറ്ററൊക്കെയാണ് ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത്. പക്ഷെ അത് മുടക്കി കിട്ടി. ഇവിടെ ഇപ്പോൾ കയ്യൂക്കുള്ളം കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലത്തെ സംഭവമാണല്ലോ. അതാണ് വിഷയം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതായത് ഒരു നാട്ടിൽ ആ നാട്ടുകാരല്ലാതെ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും ഒരാളെ കണ്ടാലൊക്കെ ചില പ്രത്യേക തരം ടീമിന് കുരുവൊട്ടും. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എക്സാക്ട്ലി അതാണ് ഇവർക്ക്. അതായത് അവിടുത്തെ കുറച്ച് ചേട്ടന്മാർ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന, വലട്ട് മീൻ പിടിക്കുന്ന ഒരു ഏരിയയിൽ ഇവരെന്നും പോയി മീൻ പിടിച്ചിട്ട് അവിടുന്ന് കൊണ്ടുപോകണമെന്നില്ലല്ലോ. അവരെന്നെ പറയുന്നുണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിഷിംഗ് അല്ല. അവരാ ചേട്ടൻ ചെയ്യണ പോലെ എന്നും വലട്ടിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടിയല്ല. അവരിതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിനോദത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഇയാൾ ന്യൂസിലാൻഡിൽ നിന്ന് വരുന്ന സമയത്തും KNK എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്തും മാത്രം ചെയ്യുന്നൊരു പണിയാണ്. അത് ഈ പറഞ്ഞ പോലെ മാസത്തിലോ കൊല്ലത്തിലോ 1-2 വട്ടം മാത്രം വന്ന് 2 മീനിങ് കൊണ്ട് പോകും. അത്രയേ ഉള്ളൂ. അതിനകത്ത് പറ്റില്ല. പിന്നെ സ്പിയർ ഗൺ ഫിഷിങ്ങിന് ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ തപ്പി നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അത് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഫിഷറീസ് മിനിസ്റ്റർ ആരാ സജി ചെറിയാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്തം ബോധമൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകണ്ട. നമ്മൾ അവിടെ ഇരുന്നോട്ടെ. അയാളെ ശ്രദ്ധയപ്പെടുത്താനും വേണ്ട, എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറയുന്നില്ല, ഇതൊന്നും അയാളെ ശ്രദ്ധയപ്പെടുത്തിയിട്ടും കാര്യമില്ല. കാരണം ഇതിനൊന്നും തീരുമാനം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ആ മനുഷ്യനില്ല. അപ്പോൾ അങ്ങനത്തെ ലെവലിലൊന്നും പോയിട്ട് കാര്യമില്ല. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർ വേണം ഇതിലൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ. മനസ്സിലായോ? ട്രഡീഷണൽ ഫിഷിംഗ് രീതികൾ അത് ഫോളോ ചെയ്യുന്നവർ അത് ഫോളോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ട്രഡീഷണൽ ഫിഷിംഗ് രീതികളിലും അത് കൃത്യമായി നിയമം പാലിച്ചിട്ടാണോ ആ ഫിഷിംഗ് നടക്കണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണ്ടേ. പിന്നെ ഇതേപോലെ ഒരു കൂട്ടം നാട്ടിലെ കുറേ ആൾക്കാരുണ്ട് വന്നിട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാന്നുള്ള രീതിയിൽ ഇവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവരിത് ഓബിയസ്ലി വ്ളോഗിലും ഇതിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എന്ത് മാനക്കേടാന്ന് ആലോചിച്ച് നോക്കും. നാണോ മാനവും നമ്മളതല്ലേ പോണ നാട്ടുകാരത്. അതും ഓൾറെഡി ചെല്ലാനം ഈസ് എ ഹോട്ട് ടാഗ് ടോപ്പിക്കാണ് ചെല്ലാനം എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും കുറേ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റിൽ ദേ ആർ ഫൈറ്റിങ്. അത്രയും ഫൈറ്റ് ചെയ്യുന്ന ഒരു നാട്ടിൽ അത്രയും ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അവരുടെ സ്ട്രഗിൾസോടുകൂടി അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ നാടിന് വേണ്ടി ബാക്കി നാട്ടുകാർ ലൈക്ക് എന്താ പറയുക, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെല്ലാനത്തിന് വേണ്ടിയിട്ട്. ചെല്ലാനത്ത് വെള്ളം കയറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ കേരളത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് സർക്കാരിനെ പ്രഷറൈസ് ചെയ്യുന്നത്. വി ഓൾസോ സ്റ്റാൻഡ് ഫോർ ചെല്ലാനം. അങ്ങനെയുള്ള ഒരു സമയത്ത് ഏതോ ആ നാട്ടിൽ 1-2 പേര് ആ നാടിൻ്റെ കൂടി പേര് കളയിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ പരിപാടികൾ, അതും അൺവാണ്ടഡ് ആയിട്ട്. എവിടെയും സ്പിയർ ഗൺ ഫിഷിങ് ബാൻ ചെയ്തിട്ടില്ല. അതിന് ലൈസൻസ് വേണമെന്ന് എവിടെയും പറയുന്നില്ല. വെറുതെ വന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഫുൾ അവിടെ ഉള്ള കടലിലെ മത്സ്യങ്ങൾ ഫുൾ അങ്ങോട്ട് ഇല്ലാതാവും, അല്ലെങ്കിൽ ഞങ്ങൾ മീൻ പിടിക്കുന്നിടത്ത് ഇവരാരാ വരാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള അലമ്പുകൾ കാണിച്ചുകൊണ്ട് കഷ്ടം തന്നെ. ഉപജീവനം മാത്രമല്ലോ ചേട്ടാ, ഇത് റിക്രിയേഷൻ കൂടിയല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഇയാൾ പറഞ്ഞതല്ല, ഞങ്ങൾ ഉപജീവന മാർഗത്തിന് നിങ്ങൾ ചോദിച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഉപജീവന മാർഗമാണോ എന്ന് ചേട്ടൻ ചോദിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചോളാം, അതിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ മതി. സാറ് പറഞ്ഞതുപോലെയാണെങ്കിൽ അതേ ഉപജീവനം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ മീനിന്റെ ഫീൽഡിൽ തന്നെ നിങ്ങൾ മീൻ പിടിച്ചാണ് ജീവിക്കുന്നത്. എന്റെ വീട് സത്യം, ഓക്കെ, എന്റെ സത്യം, ഞാനും അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും മീൻ പിടിച്ച് തന്നെ ജീവിക്കണം. അങ്ങനെ ഗായ്സ്, ഞങ്ങളൊരു സ്പെഷ്യൽ നിയമത്തിന് വിധേയമായിക്കൊണ്ട് ഫിഷിങ് നിർത്തി. ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിയർ ഗണ്ണിന് ലൈസൻസ് ഇല്ല എന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ സ്പിയർ ഗണ്ണിന് ലൈസൻസ് വേണം എന്ന് കേൾക്കണേ. ഇതിനു വേണ്ടി പുതിയ അമെൻമെൻ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇവിടുന്ന് പാസ്സായി കിട്ടി. ഈ സ്പിയർ ഗണ്ണിന് ലൈസൻസ് ഉണ്ടാക്കി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് അടിക്കാമെന്നൊക്കെയാണ് ഫിഷറീസ് എന്ന് പറഞ്ഞത്. ഫിഷറീസ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മീൻ പിടിക്കുന്ന ആളുകൾക്ക് വി ഗീവ് മോർ പ്രിഫറൻസ് ദാൻ റിക്രിയേഷണൽ ഫിഷിംഗ്. റിക്രിയേഷണൽ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊവിഷൻ തന്നെ ഇവിടെ ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്ന്. ഇപ്പോൾ റിക്രിയേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിക്രിയേഷണൽ ഫിഷിംഗ് വരാം, ബാസ്ക്കറ്റ് ബോൾ കളിക്കുക, വൈകുന്നേരം വോളിബോൾ കളിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇന്നവരെ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടില്ല. കള്ള് കുടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പക്കാര് അല്ലേ, ഫുൾ പ്രൊവിഷൻ. അതൊന്നും ഒരു കുഴപ്പമില്ല. Yeah, that's all right. So you can't do fish.
ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനം നമുക്ക് റേഷൻ പതിച്ച് കിട്ടിയിട്ടുണ്ട് കടലിന്. ഈ 2 തുറയുടെ 2 സൈഡിന്റെ അപ്പുറത്ത് വേണമെങ്കിൽ പിടിച്ചോന്ന്. അപ്പൊ അവിടെ പോയി എന്ത് ചെയ്യുന്ന വെച്ചപ്പോ അത് അവിടെയുള്ള ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ഡീൽ ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട്. സോ പ്രിറ്റി മച്ച് ലുക്സ് എൻഡ് ഓഫ്. പോലീസും ഫിഷറീസും ഒക്കെ ലോക തോൽവി എന്നല്ലാതെ എന്ത് പറയാം. നാട്ടുകാർ വന്നിട്ട് അവരുടെ വികാരത്തിനനുസരിച്ചിട്ട് നിയമവും കാര്യങ്ങളൊന്നും നോക്കാതെ ഇവരോട് അവിടുന്ന് ഓടിപ്പോകാൻ പറഞ്ഞിട്ട് അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് അവരെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയി ഇവർ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് മീനിൻ്റെ സമ്പത്ത് കുറയില്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ബൂംബാങ് പറഞ്ഞ പോയിന്റ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മളുടെ നാട്ടിലെ ടൂറിസം വളരാത്തത്, നമ്മളെ നാട്ടിലെ ഒരു സ്ട്രീമും വളരാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താ പറയുക, ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീക്രിയേഷണൽ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇവിടെ കൊണ്ടുവന്നാൽ, അതായത് ഹോബിക്ക് നമ്മൾ ഫിഷ് ചെയ്യുന്ന പരിപാടിയിൽ വിനോദത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫിഷ് ചെയ്യുന്ന പരിപാടിക്ക് ഇവിടെ പല കോമ്പറ്റീഷൻസ് വെക്കാം. വിനോദത്തിന് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഗോൾഫൊക്കെ കളിക്കാൻ പോകുന്ന പണക്കാരുടെ കളിയാണല്ലോ ഗോൾഫ്, അതുപോലെയാവും. നാളെ പൈസ ഇറക്കാൻ ആളുണ്ടാവും ഇതിനൊക്കെ. പല സ്ഥലങ്ങളും ഇമ്പ്രൂവ് ചെയ്യും. വെറും മീനും പിടിച്ച് വെറുതെ നടന്നാൽ മതി ഒരു കടപ്പുറം. ചിലപ്പോൾ ഒരു ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റിക്രിയേഷണൽ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സ്ട്രീം തുറന്നു വെച്ച് കഴിഞ്ഞാൽ പലർക്കും പുതിയ ബിസിനസ് ഐഡിയാസ് വരും. സർക്കാരിന് തന്നെ പുതിയ ഐറ്റംസ് കൊണ്ടുവരാൻ പല പാർക്കുകൾ കൊടുത്തിട്ട് അവിടെ ഫിഷിംഗ് കോമ്പറ്റീഷൻസ് വെക്കാം. നടക്കുന്നുണ്ടാവും കേട്ടോ, എൻ്റെ അറിവിലില്ല, കാരണം ഞാനിതിൽ അധികം എന്താ പറയുക നോളജ് ഉള്ള ഒരാളല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു നോളജ് ആളുകളിലേക്ക് എത്തിച്ച് സർക്കാർ ഇത് വളരെ കാര്യപ്പെട്ടെടുത്ത്, കടപ്പുറ ഏരിയാസിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർ നന്നായിട്ട് മീൻ പിടിക്കാൻ അറിയുന്നവരായിരിക്കും. കൊമേഴ്ഷ്യൽ മെത്തേഡിൽ നിന്ന് മാറ്റിയിട്ട് അവർക്ക് പുതിയ പുതിയ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരതൊരു റിക്രിയേഷണൽ ഫിഷിങ്ങിൻ്റെ കോമ്പറ്റീഷനൊക്കെ വെച്ച് ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സർക്കാരിനൊക്കെ. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഈ പറഞ്ഞ മാതിരി ആളുകൾക്ക് ബുദ്ധിയും ബോധം ഉണ്ടാവാതിരുന്നാലേ രാഷ്ട്രീയക്കാർക്ക് മുന്നോട്ട് അവരുടെ രാഷ്ട്രീയം കൊണ്ട് പോകാൻ പറ്റൂ. അപ്പോൾ പിന്നെ അവരിത് നിൽക്കില്ല. പിന്നെ അടുത്തത് നമ്മളെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പിടിപ്പേട് ഈ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി പറയുന്നുണ്ട്, അതായത് സ്പിയർ ഗൺ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ആളുകൾ കച്ചറ ഉണ്ടാക്കിയ സമയത്ത് ഫിഷറീസിൽ കൊണ്ടുപോയിട്ട് ഇതിന് ലൈസൻസ് വേണമെന്ന് എഴുതി കൊടുത്തൊരു ചേട്ടനുണ്ടായ എക്സ്പീരിയൻസ് അങ്ങേര് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ 4 വർഷം മുമ്പ് ഇതേപോലെ ഒരു പ്രശ്നം വന്നു, ആൾക്കാർ കൂടി ഈ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ചിന്തിച്ചു എങ്ങനെ ഇത് നമുക്ക് നിയമപരമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ ഇവിടുന്ന് സെക്രട്ടേറിയറ്റിൽ പോയി അതിന് അപേക്ഷകളൊക്കെ കൊടുത്ത് നമുക്ക് അവിടുന്ന് അതിൻ്റെ എൻക്വയറി ഇവിടുത്തെ റീജിയണൽ ഓഫീസിട്ട് വന്നു. അവർ നമ്മുടെ അടുത്ത് വന്നു, നമ്മളിതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ അത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അന്ന് പോയതാണ്. അത് കഴിഞ്ഞ് അവർ നമ്മളെ അറിയിച്ചത് നിലവിൽ നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇതിനിപ്പോൾ ലൈസൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് ഇല്ലീഗൽ അല്ല, അത് കാരണം നിങ്ങൾ തുടർന്ന് ചെയ്തോളാനാണ് അന്ന് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഇപ്പം 4 വർഷത്തിന് ശേഷം ഇന്ന് ഇങ്ങനെ ഒരു വിഷയം. ഇന്നപ്പോൾ വീണ്ടും ഫോൺ വിളിച്ചു അവരെന്നെ. ഇന്ന് ഫിഷറീസിൻ്റെ ഓഫീസ് വന്ന് ആൾക്കാർ വന്നു, അവരവരുടെ ഹെഡ് ഓഫീസ് ഫോൺ ചെയ്തു. ഫോൺ ചെയ്തപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇന്ന ആൾക്കാരുടെ പേരിൽ ഇവിടെ ഇങ്ങനെ അപേക്ഷ കിടക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്നാണ് നമുക്ക് നിലവിൽ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. എങ്ങനെ ഇരിക്കുന്നത്, അതായത് പ്രശ്നം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ സമയത്ത് കൊടുത്തൊരാൾ റെസ്പോണ്ട് ചെയ്യാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് പറ്റുന്നില്ല. ഫിഷറീസ് വകുപ്പിന് ഇതിലൊരു തീരുമാനമുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യക്തി കൊടുത്ത ആ ഒരു അപേക്ഷയിൽ ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ പണി. അതിന് പകരം ഇത് ബാൻ ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോ, പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഇതിങ്ങനെ ലാഗാക്കി ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാത്ത ഇവിടുത്തെ സിസ്റ്റത്തിനെയാണ് ആദ്യം കുറ്റം പറയേണ്ടത്. അത് ലോക്കൽസ് ആദ്യം ചോദിക്കുക എന്താ, അവർക്ക് ഇത് ബാൻഡാണോ അല്ലേ ഒന്നും അറിയില്ല, പക്ഷെ അവരെ കണ്ടിൽ ഇത് ബാൻഡാന്നുള്ളത് അവർ വരുത്തി തീർത്തിട്ട് ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കും. അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ, ഇതിന് ലൈസൻസ് ഉണ്ടോ, അനക്ക് ചെയ്യാൻ ലൈസൻസ് ഉണ്ടോ, ഇതിന് ലൈസൻസ് ഉണ്ടോ, ഇങ്ങനെ ചോദിക്കും. അതൊരുമാതിരി മറ്റേ ചോദിച്ചടാ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ലൈസൻസ് ഉള്ളതാണെങ്കിൽ ചെയ്തോ, ഇല്ല ചെയ്യണ്ട, ആ മൂടാണ്. അപ്പം ഫിഷറീസിലെ ആളുകൾ ഇത് അന്ന് അവർക്കത് ഇമ്പോർട്ടൻസ് അതിൻ്റെ മനസ്സിലായില്ല, അല്ലെങ്കിൽ ഈ ഒരു സംഗതി ഇത്രത്തോളം ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പോഴും ഒരുപാട് പേര് സ്പിയർ ഗണ്ണ് വെച്ചിട്ട് ഫിഷിങ് ചെയ്യുന്ന ആളുകളും അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഭയങ്കര അവൈലബിൾ ആണ്. ഇതേപോലെ വ്ളോഗുകൾ വരുന്നാലേ ഒരു സ്ട്രീം വലുതാവൂ നമ്മളെ നാട്ടിൽ. അപ്പം അത് ലൈസൻസ്ഡ് ആക്കുക. അപ്പോൾ ഡ്രോണിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു പണ്ട്, പിന്നെ വൈഡ് സ്പ്രെഡായി ഡ്രോൺ ഭയങ്കരമായിട്ട് എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അത്
കല്യാണങ്ങളുടെയും ഫംഗ്ഷനുകളുടെയും ഭാഗമായി പിന്നെ ഒരു സെക്യൂരിറ്റി റീസൺസ് വരുമോ എന്നുള്ള വിഷയം വന്നപ്പോഴത്തേക്ക് അതിന് ലൈസൻസ് കൊണ്ടുവന്നു. അതിന് ഡ്രോൺ ഡ്രൈവേഴ്സിന് കുറച്ച് ക്ലാസ്സുകളും അവർ അറ്റൻഡ് ചെയ്യേണ്ട കുറച്ച് പരിപാടികളും കൊണ്ടുവന്നു. അതുപോലെ ഓരോ കാര്യത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാനല്ലേ ഇവിടെ ഗവൺമെൻറ് സിസ്റ്റം ഇരിക്കുന്നത്. വെരി അൺഫോർച്ചുനേറ്റ്ലി അതൊക്കെ ഫെയിലിയർ ആണ് ഇവിടെ. അതൊന്നും പ്രോപ്പർ അല്ല. ഇനി ഏറ്റവും വലിയ വൃത്തികേട്, അതായത് ഈ വീഡിയോയിൽ ഇവരെടുത്ത് കാണിച്ചൊരു ഐറ്റം ഉണ്ട്. ഒരു ചെങ്ങാതി ഇവർ ഫിഷ് ചെയ്യുന്ന സ്ഥലത്ത് അയാളെ കണ്ണുകടി എത്രത്തോളം നിങ്ങൾ ആലോചിക്കണം. പച്ചയ്ക്ക് പറഞ്ഞാൽ ശുദ്ധമില്ലാത്ത തന്തയില്ലായ്മ കാണിച്ച ഒരുത്തനെയാണ് ഇവർ വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ ഇങ്ങനെ മീൻ പിടിക്കാൻ വരുമ്പോഴല്ല ഒരു മീൻ പോലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർ ചിലപ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഒരു ചേട്ടനത്തിലേക്ക് കൂടി പോയപ്പോൾ കൃത്യമായിട്ട് ജെയിംസ് ഒരു മീൻ അടിച്ചു. ഇപ്പൊ രാവിലെ കണ്ട ചേട്ടൻ അവിടെ അതിൽ തീർന്നു. അല്ല, നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ മുട്ടീരെ അവിടെ വരെ പിടിച്ചോന്നാ. നമ്മൾ അവിടെ പോയിട്ടില്ല. പോയിട്ടില്ല. അപ്പൊ പക്ഷെ ഇപ്പോഴും പ്രശ്നമില്ലേ, ഈ മുട്ടിന്റെ ഇപ്പുറത്ത് പുള്ളി ഇപ്പൊ ഇവിടെ ആക്ച്വലി പുള്ളി ഇവിടെ വലയിടാൻ പാടില്ല, അതാണ് വേറെ കാര്യം. പുള്ളി ഇപ്പൊ അവിടെ ഇവിടുന്ന് അത് നമുക്ക് അനുവദിച്ചു തന്ന സ്ഥലത്ത് പുള്ളി കയറി വലയിട്ട് ഇതൊക്കെ ശരിക്കും പുള്ളിയെ നിന്ന് പോലീസിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളോട് ഇവിടെ വന്നിട്ട് മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിട്ട് ആക്ച്വലി പുള്ളി വലയിട്ടതുകൊണ്ടല്ലേ നമ്മള് ഇവിടെ മീൻ പിടിക്കാൻ പറ്റാണ്ടായത്. ഇപ്പം നമ്മള് ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുള്ളി വന്ന് ഇവിടെ മുതൽ വലയിട്ട് അപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് വലയെ കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട് 2 സ്റ്റെപ്പ് ഇപ്പുറത്തേക്ക് നീങ്ങി. അപ്പൊ ഒരു മീൻ കിട്ടി, കൃത്യമായിട്ട് മീൻ കിട്ടി. അപ്പൊ അത് പുള്ളിക്ക് പ്രശ്നമായി. പുള്ളി അവിടെ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പുള്ളി ചൊറിയുന്നു. ഇതാണ് ചില നാട്ടിലെ ചൊറിയന്മാരായ ചൊറിയമ്പുഴു നാട്ടുകാർ എന്ന് പറയുന്നത്. എന്ത് വൃത്തികളാണെന്ന് ആലോചിച്ച് നോക്ക്. ഓൾറെഡി അവരെ 2 സ്ഥലത്തുനിന്ന് മാറ്റി, വീണ്ടും അവർക്ക് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മീൻ കിട്ടണ്ട എന്നിട്ട് അവിടെ പോയിട്ട് അടുത്ത വലട്ടുള്ള ചൊറിച്ചിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഇടുന്ന വല, ആ വല നിയമപരമായിട്ട് ലൈസൻസ് ഉള്ള വലയോ അല്ലെങ്കിൽ അത് ബാൻഡ് അല്ലാത്ത ഒരു സാധനമാണോ? എന്നാൽ അതല്ല. ആ സാധനം എന്ന് പറയുന്നത് നിയമപരമല്ലാത്ത ബാൻഡായിട്ടുള്ള വലയാണ് ആ ഇട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. KNK ഫിഷിങ്ങിലൊരു കാര്യം പറയുന്നുണ്ട്. അല്ല, അവിടെ ഉണ്ടായിരുന്ന 2-3 ചേട്ടന്മാർ ചെയ്യണ ഫിഷിംഗ് രീതി കൂടി നിങ്ങൾ അറിയണം കേട്ടോ. ഇത് ഞാനിവിടെ പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അവർ. നിങ്ങൾ ട്രാമൽ നെറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ട്രാമൽ നെറ്റ് എന്ന് പറയുന്നത് ഒരു നിരോധിച്ചിട്ടുള്ള വലയാണ്. മുപ്പിരി വല, ഡിസ്കോ വല എന്നൊക്കെ പറയണ വല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒറ്റ ലെയർ വലകളല്ല, പകരം ഒന്നിന് പുറമെ 3 ലെയർ വലകൾ വെച്ചുണ്ടാക്കണ ഒരു സംവിധാനമാണ് ഈ ട്രാമൽ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കടലിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് മീനിനെ പിടിക്കണമെങ്കിലും ആദ്യം ആ മീൻ ഏതാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വലയിടണത്. ആ മീനിൻ്റെ കണ്ണികൾക്ക് അനുസരിച്ചിട്ട്, ആ മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കണ്ണികളുള്ള വലകളാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കുഞ്ഞു മീനുകളെ പെടാനും പാടില്ലാത്ത തരത്തിലുള്ള നിയമങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ട്രാമൽ നെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലെയർ വലകൾ വരുന്നത് കൊണ്ടിട്ട് അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് കണ്ണികൾ വേണമെങ്കിലും രൂപപ്പെടും. ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം അതിനകത്ത് ഇതിട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള അതിൽ മുട്ടണ സകല ജീവികളും ആ വലയിൽ പെട്ടുപോകും. ഈ കാര്യം ഞാൻ ആ പോലീസുകാരെ നിൽക്കുമ്പോൾ പറയാനുണ്ട്. അത് അന്നേരം എനിക്ക് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, എങ്കിലും അതിൻ്റെ സത്യമുള്ള കാര്യമാണ് ഞാൻ അന്നേരം പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു ആരോപണമായിട്ട് പറയണേണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കേട്ടോ. കാര്യം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ 2-3 ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിസ്സാരമാണ്. പിന്നെ അത് ആ ചേട്ടനൊക്കെ അതിലും കൂടുതലും മോശമായിട്ട് വരും എന്നുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. ഇനി വേണമെങ്കിൽ കടലിൻ്റെ അടിയിൽ പോയി 2 വീഡിയോ എടുക്കാനും എന്നെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ 2 ആഴ്ച മുന്നേ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഫോൺ വഴിക്ക് കണ്ടിട്ടുണ്ട്. ആ കാര്യം പുള്ളി ഈ സംഭവം നടക്കുമ്പോൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവരവിടെ ഈ മുപ്പിരി വലയെടുത്ത് ഉപയോഗിച്ചിട്ട് മീൻ പിടിച്ച് കരയിൽ വെച്ചേക്കണേണ്. അപ്പോൾ അതിനകത്ത് കുറേ പാരറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ കുടുങ്ങി കിടപ്പുണ്ട്. പാരറ്റ് ഫിഷ് എന്ന് പറയുന്ന പച്ച കളറിലെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലുതാകുന്ന മീനുകളാണ്. അത് ഈ സൈസുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അതിനെ കണ്ടപ്പോൾ എനിക്ക് വളർത്താനല്ലോ എന്ന് കരുതി ഞാൻ 2-3 എണ്ണത്തിന് എൻ്റെ കയ്യിലുള്ള ബോക്സിൽ വെള്ളമൊഴിച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് സർവൈവ് ചെയ്തില്ല. അപ്പം അങ്ങനത്തെ വല ഉപയോഗിക്കുന്ന ചേട്ടന്മാരാണ്. അവരെ സംബന്ധിച്ച് ഇത് ഒരു ലൈസൻസിന് പോലും അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ഓൾറെഡി നിരോധിച്ചിട്ടുള്ള സാധനമാണ്. നമ്മളെ ഈ സ്പിയർ ഗൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുള്ള സംവിധാനമാണ്. കേട്ടല്ലോ, ഓൾറെഡി നിരോധിച്ച വലയായിട്ടാണ് ഇവന്മാരൊക്കെ കടലിൽ ഇറങ്ങിയിട്ട് ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അങ്ങനത്തെ നിരോധിച്ച വലകളിലെ മീൻപിടുത്തമാണ് മത്സ്യസമ്പത്തിനും ബാക്കി ജീവജാലങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാനില്ല.
ആക്ച്വലി സ്പിയർ ഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ പോയാൽ അവർക്ക് കടലിൻ്റെ അറ്റം വരെ പോയിട്ട് മീൻ പിടിച്ച് വരാൻ പറ്റുമൊന്നുമില്ല. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അതെന്ത് ചെയ്യും, റെസ്ട്രിക്റ്റഡ് ആണ് സ്പിയർ ഗൺ ഫിഷിങ്. അത് മാത്രമല്ല ടാർഗറ്റ് ചെയ്ത് ഒരൊറ്റ ഫിഷിനെ മാത്രം അവിടെ അടിക്കാനും പറ്റൂ. ചെറുതുങ്ങളൊന്നും കുടുങ്ങുമില്ല. സോ മത്സ്യസമ്പത്ത് വളരും ചെയ്യും. ഏറ്റവും വലുതിനെ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കൂട്ടത്തിൽ ഒന്നിനെ മാത്രം അടിച്ചു വരാൻ പറ്റുന്നതാണ് സ്പിയർ ഗണ്ണ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് അത് കൊമേഴ്ഷ്യൽ രീതിയിൽ ചെയ്യാനും പറ്റില്ല. അങ്ങനെയുണ്ട്. സ്പിയർ ഗൺ ഫിഷിങ് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനും പറ്റില്ല. അത് ഈ പറഞ്ഞ റിക്രിയേഷണലായിട്ടേ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടൊരു ഹാമില്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ആളുകൾ നോക്കുമ്പോൾ എന്താ, ഞങ്ങളിപ്പോഴും വള്ളവും വലയായിട്ട് മീനും മണത്ത് നടക്കുകയാണ് ഞങ്ങൾ. ഈയൊക്കെ കൊണ്ട് വന്നിട്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ മറ്റേ നല്ല ഡ്രസ്സും ഗ്ലാസ്സും ഒരു തോക്കൊക്കെ ആയിട്ടുണ്ട് വരിക. കണ്ണുക്കടീൻ്റെ എക്സ്ട്രീം എൻഡ് എന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാം. ഈ KNKയിൽ ഈ പോലീസുകാർ ഫിഷറീസിൻ്റെ ആളുകളൊക്കെ വന്ന സമയത്ത് അവിടെ നാട്ടുകാർ സംസാരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് വിഷ്വൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് വടക്കേറ്റത്തുള്ള ഒരു സ്ക്വയർ പോർഷനിലാണ് മീൻ പിടിക്കാനായിട്ട് ചെല്ലണത്. അപ്പോൾ ചെന്ന വഴിയെ അവിടെ ചെന്നപ്പോൾ നമ്മൾ റെഡിയായൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ടും പറഞ്ഞ് നിങ്ങളെന്താ ഇവിടെ ഇരിക്കണത്, ഇവിടെ മീൻ പിടിക്കാനായിട്ട് പറ്റിയല്ല, ഇത് പുള്ളി മീൻ പിടിക്കണ സ്ഥലമാണെന്ന് പറഞ്ഞ്. പിന്നെ എന്നോട് പേരൊക്കെ ചോദിച്ച്, പേര് ചോദിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ പേരൊക്കെ അവരുടെ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ എനിക്ക് സംഭവം ഒന്നും മനസ്സിലായി, എന്ത് ലിസ്റ്റാണെന്നൊന്നും മനസ്സിലായി. പിന്നെ നമ്മളത് കേട്ടിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പുറത്ത് കുറേ ഇതേപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട് മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴാണ് അവിടെ നാട്ടുകാരൊക്കെ കൂടണതും പിന്നെ പോലീസൊക്കെ വന്നിട്ട് ഉള്ള സംഭവങ്ങൾ. നമ്മളിവിടെ ഈ നാട്ടുകാർ ഞങ്ങളും ഇത് ആരും അറിയാത്തവരൊന്നുമല്ല, ഞങ്ങളും ഈ നാട്ടിൽ കിടക്കുന്ന ആൾക്കാർ. അല്ല അങ്ങനെ നിങ്ങളെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയാണല്ല ഞങ്ങൾ പുറത്താടി അല്ല നിങ്ങൾ എവിടെ കടലിന്റെ പുറത്ത്. അല്ല മനസ്സിലായി. ഇവര് ഈ സൈഡിൽ ഇങ്ങനെ ഈ ചുറ്റിനും ഇങ്ങനെ ഇട്ടിട്ടാണ്. മലയില്ലല്ലോ സാറേ, ഇവിടെ എന്റെ ഒരു ഷൈജു നമ്മളൊരു തർക്കം ഇല്ലാതിരിക്കും. നമ്മള് ഒരു നാട്ടിൽ വന്ന് അങ്ങനെ ചെയ്യുമ്പോ ആ നാട്ടുകാരേക്കുമല്ലേ. അപ്പൊ ഇതില്ലായിരുന്നെങ്കിൽ ഞങ്ങളിത് പറയൂല. മാറിയാ തീരണ പ്രശ്നമല്ലേ ഉള്ളു. ഞാൻ സമ്മതിച്ചു. അപ്പുറത്ത് ചെന്നപ്പോ വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ അവിടെ ഇറങ്ങാൻ തോന്നി, അത് ഞങ്ങൾ പാലിച്ചു. അപ്പൊ എന്തായാലും അവിടുന്ന് ഇവിടത്തുള്ള ഒരു 10 മീറ്ററും കൂടി മാറിയാ തീരണ കേസല്ലേ ഉള്ളൂ. സാറേ ഞാൻ പറഞ്ഞത് ഈ പറയണ വല, ഇവര് പഠിക്കണ വല എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു 3 ബിരിയാൻ വല ആയിരിക്കും. അതിന് ലൈസൻസ് ഉണ്ടെന്ന് ഇപ്പോഴും കാണിച്ചു തരാം. അപ്പൊ ഇതിനൊന്നിനും ലൈസൻസ് ഇല്ല. നമ്മൾ വല്ലപ്പോഴും ആദ്യം ഞാൻ പറഞ്ഞത് നാട്ടുകാരെ എതിരില്ലാത്ത സ്ഥലത്ത് പോകുന്നത്. അതിന് ലൈസൻസ് വേണമെന്നേ എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി. കടലിൽ ഇങ്ങോട്ട് തന്നെ വരണ്ടേ, അല്ലാണ്ട് കടലിൽ ഇവര് ഓരോ സ്ഥലങ്ങളും മനസ്സിലായില്ലാത്തൊരു സ്ഥലത്ത് പോകുക. കൊച്ചി ഫിഷറീസിൽ വിളിച്ച എന്റെ പേര് വിപിൻ. സ്പിയർ ഗൺ ഫിഷിങ്ങിന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന് ലൈസൻസ് കൊടുക്കാനില്ലാന്ന് അവർ പറഞ്ഞു. കേട്ടല്ലോ, നാട്ടുകാരിൽ ചില ആളുകൾ അവര് പതിച്ചെടുത്തതാണ് കടൽ. അവരതാണ് ആ പോർഷനിലുള്ള കടൽ. അവിടുത്തെ മീൻപിടുത്തം അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ കുറേ നാട്ടുകാർ ഇറങ്ങിക്കഴിഞ്ഞാൽ നാടിൻ്റെ പേര് അടി ഇല്ലാതാവും എന്നല്ല വേറെന്ത് സംഭവിക്കാനാണ്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി പോലീസുകാർക്ക് നേരത്തെ ബൂംബാങ് പറഞ്ഞ മാതിരി നിയമമല്ല, ഒരു കൂട്ടം ആളുകളുടെ വികാരത്തിൻ്റെ മുകളിൽ അവർ നിയമം കൊണ്ട് ഒഴിവാക്കിയിട്ട് നാട്ടുകാർ പറഞ്ഞാലേ നിങ്ങൾ വിട്ടു പറയും. പോലീസുകാർ പലപ്പോഴും എടുക്കുന്ന ഒരു പരിപാടി ഇതാണ്. നൈസായിട്ട് നാട്ടിലെ ആൾക്കാർ കുറച്ച് ആൾക്കാർ കൂടി കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവൻ പറയുന്നതിനൊന്നും പിന്നെ വിലയൊന്നുമില്ല. ആ നാട്ടിലെ ആൾക്കാർ പറയുന്നതിന് വില കൊടുത്തിട്ട് ബാക്കിയുള്ളവർ മാറിപ്പോകാൻ പറയും. എന്ത് നാടല്ലേ ഇത്, ആലോചിച്ച് നോക്ക്. എന്താണെങ്കിലും നാണക്കേടും മാനക്കേടും മാത്രം ബാക്കിയായി. ന്യൂസിലാൻഡിൽ നിൽക്കേണ്ട ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ നടത്തി വന്ന ചെങ്ങായി നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ആൾക്കാരുടെ യഥാർത്ഥ മുഖം, ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ യഥാർത്ഥ ഫെയിലിയർ എന്താണെന്നുള്ളത് ടേസ്റ്റ് ചെയ്തല്ലോ. ഇനി ഇയാൾ നാട്ടിൽ വന്ന് ഫിഷ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ ഇങ്ങനെയാണ് ഭായി.
നാട്ടിലൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടെ പലർക്കും പല നിയമം, പല ചൊറിച്ചിൽ, പല രീതിയിൽ, പല മൂഡിലാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ ഉള്ളവർക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ, നല്ലൊരു എബോവ് ആവറേജ് ലിവിങ്, അതൊന്നും ഇവിടെ ആളുകൾക്ക് പറ്റില്ല, നടക്കില്ല. ഇവിടുത്തെ നാട്ടുകാർ അതിനൊന്നും അഡാപ്റ്റഡ് അല്ല. പിന്നെ ഇവിടുത്തെ സിസ്റ്റം പല ആളുകളെയും അവരങ്ങനെ ആയാൽ മതി, അവരതിനപ്പുറം വളരണ്ട. പ്രത്യേകിച്ച് ഈ കടപ്പുറം ഏരിയയിലുള്ളവരൊക്കെ ഇവിടുത്തെ സിസ്റ്റം മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യുന്ന എങ്ങനെ അറിയാം, നന്നാവരുത്. അവരങ്ങനെ തന്നെ ആവണം. അവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടരുത്, അവരൊരു അഡ്വാൻസ്ഡ് ടെക്നോളജികൾ പഠിക്കരുത്, ഒന്നും. അവർക്കൊരു ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവർ രാവിലെ വെള്ളം വലയിട്ട് കടലിലിറങ്ങണം, മീൻ പിടിക്കണം, തിരിച്ചു വരണം. ഇതിനപ്പുറത്തേക്ക് അവരെ ലൈഫിനെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ആരും ഒന്നും കൊടുക്കില്ല. എന്ത് ചെയ്യാൻ. എന്താണെങ്കിലും ഇതാണ് ബൂംബാങ്കിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായത്. ഇത് ഇവിടുത്തെ ഫിഷറീസ് മന്ത്രിയായ സജി ചെറിയാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഫിഷിംഗ് മെത്തേഡുകൾ, റിക്രിയേഷണൽ ആയിട്ടുള്ള ഫിഷിംഗ് ടെക്നിക്കുകൾ ഒരുപാടുണ്ട്. വിനോദത്തിന് ചെയ്യുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വരുമാനം കൂട്ടും സ്റ്റേറ്റിന്. കുറേ ആളുകൾ ഇതിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിയും മദ്യമൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിൽ തലകറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ തലതിരിഞ്ഞ് നടക്കുന്ന നമ്മളുടെ ഒരു സൊസൈറ്റിയെ നമുക്കൊരു പരിധി വരെ ഇതിലൊക്കെ എൻഗേജ്ഡ് ആക്കി നിർത്തി കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, അല്ലാതെ എന്ത് പറയാനാണ്.